നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 തുലാമാസം 29 അതായത് 2025 നവംബർ മാസം 15 തീയതി മന്ദവാരം അഥവാ ശനിയാഴ്ച. രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:23, അസ്തമയം വൈകിട്ടാണെങ്കിൽ 5:55. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ? ഇന്ന് കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഗുരുവായൂരപ്പന് വളരെയധികം പ്രാധാന്യമുള്ള തിഥിയാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി. വൃശ്ചിക മാസത്തിലെ ഏകാദശിയാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. നാം വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയുന്ന മാസമൊക്കെ അടുത്ത മാസം വരുന്നുണ്ട്. സവിസ്തരം നാം പ്രതിപാദിക്കുന്നതാണ്. ഇന്നത്തെ ദിനം കറുത്തപക്ഷത്തിലെ ഏകാദശിക്ക് വളരെയധികം കൃഷ്ണന് വിശേഷപ്പെട്ട ദിനമാണ്. കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം. ഏകാദശി എല്ലാ അമ്മമാരും അനുഷ്ഠിക്കാറുണ്ട്. വെളുത്തപക്ഷത്തിലെ ഏകാദശിയുമുണ്ട്, കറുത്തപക്ഷത്തിലെ ഏകാദശിയുമുണ്ട്. പക്ഷേ ഇന്ന് വരുന്ന കറുത്തപക്ഷത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ടതാണ്. അമ്മമാരും ഗുരുവായൂർ ഭക്തന്മാരും ഒക്കെ തന്നെ കൃഷ്ണഭക്തന്മാരും ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശിക്ക് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഏകാദശി തൊഴാറുണ്ടെന്നാണ് പറയുക. വളരെയധികം വിശേഷപ്പെട്ട ദിനമാണ് കൃഷ്ണനി എന്ന് അറിയുക. ഇന്നത്തെ ദിനത്തിലെ നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. വളരെ വിശേഷപ്പെട്ട ദിനമാണ്. ശനിയാഴ്ചയും ഉത്ര നക്ഷത്രവും. ഉത്രം ആരുടെ നക്ഷത്രമാണ്? അയ്യപ്പസ്വാമിയുടെ നക്ഷത്രമാണ്. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ കാലത്ത് തന്നെ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളിതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് അയ്യപ്പനെ സമർപ്പിക്കാം. എല്ലാ ശനീശ്വര ദേവതകൾക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം നിങ്ങളുടെ ഭക്തിക്ക് കൂടുതൽ ആ ഭക്തിത്വത്തിന് പൂർണ്ണത കൈവരുത്തുന്ന ദിവസമാണ് ശനിയാഴ്ചത്തെ ഈ ദിനവും ഉത്ര നക്ഷത്രവും. ഉത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. ഉത്രത്രയം എന്നാണ് പറയുക. 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയത്തിൽ പെടുന്നത്. ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 11 മുതൽ 12:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി യാത്രയായാലും മറ്റ് വിഷയങ്ങൾക്കായാലും നല്ലതാണ്. പക്ഷെ വാങ്ങാനും കൊടുക്കാനും നല്ല നക്ഷത്രമല്ല ഉത്രം നക്ഷത്രം. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മകാ, ചിത്രാച, രേവതി, ആദാതവ്യം ന ദാതവ്യം. കൃത്രിക, കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റുന്ന നക്ഷത്രമല്ല. അതിനാൽ സാമ്പത്തിക വിഷയത്തിലുള്ള ക്രയവിക്രയങ്ങൾക്ക് ഇന്നത്തെ ഈ ഉത്രം നക്ഷത്രം നിങ്ങൾ സ്വീകരിക്കുന്നത് അത്ര ശുഭകരമല്ല. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിനത്തെ കൂടുതൽ മനോഹരമാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഉത്ര നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ അധിപൻ സൂര്യനാണ്. നക്ഷത്രം അയ്യപ്പൻ്റെതാണ്. അതിനാൽ ശനിക്ക് പ്രാധാന്യം. അല്ലാതെ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാണ്. അതിനാൽ ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നന്ദി, നമസ്തേ.